എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം. ഞാൻ എൻ്റെ എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓരോ ആൻസേഴ്സും ഞാൻ ടിക്ക് ചെയ്ത് പോകുമ്പം ഒരു ക്വസ്റ്റ്യനിൽ വെച്ചിട്ട് ഞാൻ സ്റ്റക്കായി പോയി. ആ ക്വസ്റ്റ്യൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്നാണ്, ബട്ട് ഞാൻ അവിടെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. സോ അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ഈ ഒരു ടോപ്പിക്ക് വളരെ സിമ്പിളാണ്, ബട്ട് എക്സാമിന് കൺഫ്യൂഷൻ വരുത്തിയേക്കാം. സോ നിങ്ങൾക്ക് ഇതുപോലെ കൺഫ്യൂസ്ഡ് ആവാതിരിക്കണമെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് തുടക്കം മുതൽ അവസാനം വരെ കാണുക. ആൻഡ് ഈ ഒരു ടോപ്പിക്കിൻ്റെ വേറെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് തന്നെ നമ്മുടെ ചാനലുണ്ട്, അതും ഉറപ്പായിട്ടും പോയി കാണുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ABC കമ്പനി പ്രൊഡ്യൂസസ് എ പ്രൊഡക്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് 9 ounces ഓഫ് മെറ്റീരിയൽ ഇൻ ഈച്ച് യൂണിറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ABC കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സിൽ 9 ounces ഓഫ് യൂണിറ്റ്സ് ആണ് ഉള്ളത്. 9 ounces ഉണ്ട് ഒരു ഫിനിഷ്ഡ് ഗുഡ്സിൽ. ഓക്കെ, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ യൂണിറ്റിൽ ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ പ്രോസസ് 4% ഓഫ് ദ മെറ്റീരിയൽസ് ഇവോപ്പറേറ്റ്. അപ്പോൾ നമുക്കറിയാം റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്ന ആ പ്രോസസ്സിൽ 4% എന്താവുന്നുണ്ട്, ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ വാഗ്നേഴ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ABC എന്ന് കൊടുക്കുക. ഓക്കെ, ABC. അപ്പോൾ ABC പേസ് ഇറ്റ്സ് സപ്ലയേഴ്സ് $3 per ounce. ഒരു ഔൺസിന് $3 വെച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു മെറ്റീരിയൽ ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 0.2 ounce കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ റോ മെറ്റീരിയൽ ഔൺസ് ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഔൺസ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അതൊരു ലിക്വിഡ് ഫോമിലുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് റോ മെറ്റീരിയൽ എന്താണ്, ലിക്വിഡ് ഫോമിലുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ റോ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, റോ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ തരാത്തൊരു കാര്യത്തിന് അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് മാത്സിൽ കണ്ടുപിടിക്കാറ്? തരാത്തൊരു കാര്യത്തിന് നമ്മൾ എക്സ് യൂസ് ചെയ്തിട്ടല്ലേ കണ്ടുപിടിക്കാറ്. സോ റോ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റിനെ നമുക്ക് X ounce എന്ന് കൊടുക്കാം. എത്ര കൊടുക്കാം? X ounce എന്ന് കൊടുക്കാം. അങ്ങനെ ആ ഒരു റോ മെറ്റീരിയൽ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 4% ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. 4% ഇതാ ഇവിടെ ഇങ്ങനെ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നമുക്ക് എത്ര പെർസെൻറ്റേജ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കിട്ടുള്ളൂ? ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് നമുക്ക് എത്രയേ കിട്ടുള്ളൂ? 4% ഇവോപ്പറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി 96% അല്ലേ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് ഇവിടെ കിട്ടുള്ളൂ. 96%. ഇവിടെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഫിനിഷ്ഡ് മെറ്റീരിയലിൽ 9 ounce ആണ് ഉണ്ടാവുക. 9 ounce, അതായത് 96% എന്ന് പറയുന്നത് ഈ ഒരു എക്സിന്റെ 96% ആണ് 9 ounce എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. X ounce എന്ന് പറയുന്ന റോ മെറ്റീരിയൽ നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 4% ഇവോപ്പറേറ്റ് ചെയ്ത് നഷ്ടപ്പെടുന്നുണ്ട്. ബാക്കി 96% നമുക്ക് കിട്ടുന്നുള്ളൂ ലാസ്റ്റ് ആയിട്ട്. ഓക്കെ, സോ ആ 96% എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 9 ounce ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ എക്സിൻ്റെ 96%, അതായത് 96 ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു എത്രയാണെന്നാണ് പറയുന്നത്? 9 ounce ആണെന്നാണ് പറയുന്നത്. 9 ounce ആണെന്നാണ് പറയുന്നത്. X ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? റെസിപ്രോക്കലാവും. അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ 0.96 എന്നും എടുക്കുക കേട്ടോ. 0.96 എന്നും എടുക്കുക, അല്ലെങ്കിൽ 96/100 എന്നും എടുക്കുക. അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? റെസിപ്രോക്കലാവും. 100 മേലെ വരും, 96 താഴെ വരും. 9 into 100 divided by 96, that is 900/96 is equal to 900 divided by 96, that is 9.375 ounce. അപ്പോൾ ടോട്ടൽ നമ്മളുടെ റോ മെറ്റീരിയൽ എത്ര ഉണ്ടായിരുന്നു? 9.375 ounce റോ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ 4% എന്തായിപ്പം? ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്ന എത്രയായിരിക്കും? 0.375 ആയിരിക്കില്ലേ. അങ്ങനെ 0.375 ഇവോപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ ബാക്കി നമ്മൾക്ക് കിട്ടുന്ന 96% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. 9 ounce ആണ്. സോ നമ്മളുടെ അടുത്തുണ്ടായിരുന്ന റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9.375 ounce ആണ്. ആ റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങാനായിട്ട് സപ്ലയർക്ക് കൊടുക്കുന്നത് എത്രയാണ്? ഒരു ഔൺസിന് $3 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് അത് ഷിപ്പ് ചെയ്യാനായിട്ട് $0.20 അധികം വേറെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്? സപ്ലയർക്ക് കൊടുക്കുന്ന 3 പ്ലസ് ഷിപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന 0.20, ദാറ്റ് ഈസ് $3.2 ആണ് നമ്മൾ ടോട്ടൽ നമുക്ക് ചിലവാകുന്നത് ഒരു ഔൺസിന്റെ മേലെ വെച്ചിട്ട്. ഇവിടെ എത്ര ഔൺസ് ആണുള്ളത്? റോ മെറ്റീരിയൽ 9.375 ounce ഇല്ലേ. സോ 9.375 ounce ഇൻറ്റു ഒരു ഔൺസിനാവുന്ന $3.2. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 3.2, ദാറ്റ് ഈസ് $30 അല്ലേ. $30 ആണ് നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ദ സ്റ്റാൻഡേർഡ് ഡോളർ എമൗണ്ട് ഓഫ് റോ മെറ്റീരിയൽ കണ്ടെയ്ൻഡ് ഇൻ 1 unit ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്? $30 ആണ്. ഓക്കെ, $30.
അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. XYZ company had the following inventories at the beginning and end of the year. അപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് എന്താണ് ചോദിക്കുന്നത് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് പിക്ക് ചെയ്തെടുക്കാം ക്വസ്റ്റ്യൻ. വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഫുള്ള് വായിക്കാൻ നിൽക്കരുത്. ലാസ്റ്റിലെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ ഐറ്റംസ് മാത്രം പിക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ലാസ്റ്റിൽ എന്താണ് ചോദിക്കുന്നത്? LX കമ്പനി മാറ്റിയിട്ട് XYZ ആക്കുക. XYZ കമ്പനീസ് പ്രൈം കോസ്റ്റ് ഫോർ ദ ഇയർ വേർ. പ്രൈം കോസ്റ്റ് ആണ് ചോദിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഈ 3 ഐറ്റംസിനെയാണ് നമ്മളൊരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ തന്നെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള 2 കോസ്റ്റ് ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും. ഇതാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുക. പ്രൈം ആയിട്ടുള്ള പ്രൈമറി ആയിട്ട് നമുക്ക് വേണ്ട കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ. ആൻഡ് ഈ ഒരു ഡയറക്റ്റ് മെറ്റീരിയലിനെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം? അവിടെ ലേബേഴ്സ് വേണം, ലേബേഴ്സിന് വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് വേണം അല്ലേ? സോ ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കണമെങ്കിൽ അവിടെ ലേബേഴ്സും വേണം, ദെൻ ഫാക്ടറി പോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചറും അവർക്ക് വേണം. അപ്പോൾ ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന കോസ്റ്റിനാണ് നമ്മൾ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുക. സോ ഇവിടെ എന്താണ് കൺവേർഷൻ കോസ്റ്റ് ഉള്ളത്? ഡയറക്റ്റ് ലേബറും മാനുഫാക്ചറിങ് ഓവർഹെഡും. ഇതിനെ രണ്ടിനെയാണ് നമ്മൾ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയലിനെയും ഡയറക്റ്റ് ലേബറിനെയുമാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈം കോസ്റ്റ് എന്താണ്, കൺവേർഷൻ കോസ്റ്റ് എന്താണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ പ്രൈം കോസ്റ്റ് ആയിട്ടുള്ള എന്തൊക്കെയുണ്ട്? ഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ട്, ഡയറക്റ്റ് ലേബറും ഉണ്ട്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എത്രയാണ്? 400,000 ആണ്. ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് 400,000 ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽസ് യൂസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടേ. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽസിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ റിട്ടേൺ ചെയ്തത് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയലിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ കോസ്റ്റും തന്നിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ് യൂസ് ചെയ്തതെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം തന്നെ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? ഡയറക്റ്റ് മെറ്റീരിയലിന്റെ ഓപ്പണിംഗ് ബാലൻസ്, അതായത് എത്രയാണ്? 130K എടുക്കുക. പ്ലസ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് എത്രയാണ്? ഇവിടെ പർച്ചേസ് ചെയ്തത് 190K ആണ് പർച്ചേസ് ചെയ്തത്, 190K. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പ്ലസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഫാക്ടറിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ലേ, അതും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയാണ്? 5K അല്ലേ? 5K ആണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിട്ട് വരുന്നത്. മൈനസ് നമ്മൾ മേടിച്ചിട്ടുള്ള റോ മെറ്റീരിയലിൽ നിന്നും നമ്മൾ റിട്ടേൺ അയച്ചിട്ടുള്ള എത്രയാണ്? 1K നമ്മൾ റിട്ടേൺ അയച്ചിട്ടുണ്ട്. 1K നമ്മൾ റിട്ടേൺ അയച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്കുക, പർച്ചേസ് റിട്ടേൺ. അത് അതിൽ നിന്നും ലെസ് ചെയ്യുക. ഓക്കെ, ലെസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ക്ലോസിംഗ് ആയിട്ടുള്ള ബാലൻസ് 120K അതിൽ നിന്ന് ലെസ് ചെയ്യുക. റോ മെറ്റീരിയൽസിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള 120K അതിൽ നിന്ന് ലെസ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 130K പ്ലസ് 190K പ്ലസ് 5K മൈനസ് 1K മൈനസ് 120K, ദാറ്റ് ഈസ് 204,000 എന്ന് കിട്ടും. 204,000 എന്ന് കിട്ടും. നമുക്ക് റോ മെറ്റീരിയൽ അല്ലെ ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ്ഡ് ആയിട്ട് 204,000 കിട്ടും. അപ്പോൾ പ്രൈം കോസ്റ്റിൽ എന്തൊക്കെയാണുള്ളത്? ഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ട്, ഡയറക്റ്റ് ലേബറും ഉണ്ട്. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ പോരെ? ഡയറക്റ്റ് ലേബർ ആയിട്ടുള്ള 400K പ്ലസ് ഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള 204K. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 604K അല്ലേ? 604K. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും, ദാറ്റ് ഈസ് 604K. സോ ഈ ഒരു എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. എന്തായാലും ഡൗട്ട്സ് എല്ലാം ചോദിക്കണം. അത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ഒരിക്കലും ഡൗട്ട്സ് മനസ്സിൽ വെച്ചിരിക്കരുത്. ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ട് എല്ലാ ഡൗട്ട്സും നിങ്ങൾ ഇപ്പം തന്നെ ചോദിക്കുക. കമൻറ്റ് ബോക്സിൽ നിറയട്ടെ ഡൗട്ട്സ്. അത് ചെയ്തു തരാൻ ഞങ്ങൾക്ക് അത്രയും ഹാപ്പിയാണ്. സോ എല്ലാവരും ഡൗട്ട്സ് ചോദിക്കുക. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് ചെയ്യാണ്. എല്ലാ വീഡിയോസും സീരീസിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ എല്ലാ വീഡിയോസും കണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് ഈ ഒരു വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.